ഓൺലൈൻ ഷോപ്പിംഗ് ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഡെലിവറി ഏജന്റുമാരെ വീട്ടിൽ സ്വീകരിക്കുന്നു. എന്നാൽ വിശ്വാസത്തിന്റെ പേരിൽ വീട്ടുവാതിൽ തുറക്കുമ്പോൾ സുരക്ഷയും അത്ര തന്നെ പ്രധാനമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവം ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ബംഗളൂരുവിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു യുവതിയുടെ ഫ്ളാറ്റിലേക്കാണ് ഒരു ഫ്ലിപ്കാർട്ട് ഡെലിവറി ഏജന്റ് പാഴ്സൽ എത്തിച്ചത്. സാധാരണ പോലെ പാഴ്സൽ കൈമാറിയ ശേഷം ഇയാൾ യുവതിയോട് ഒരു അഭ്യർത്ഥന നടത്തി. തനിക്ക് അത്യാവശ്യമായി വാഷ്റൂം ഉപയോഗിക്കണമെന്ന്. എന്നാൽ യുവതി അത് അനുവദിച്ചില്ല. ഒറ്റയ്ക്ക് താമസിക്കുന്നതിനാലും സുരക്ഷാ കാരണങ്ങളാലും വീട്ടിലേക്ക് പ്രവേശനം നൽകാൻ കഴിയില്ലെന്ന് അവർ വ്യക്തമായി അറിയിച്ചു. സമീപത്തെ മറ്റേതെങ്കിലും സ്ഥലമോ അയൽ വീട്ടിലോ അന്വേഷിക്കാൻ പോലും നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ യുവതിയുടെ ആരോപണമനുസരിച്ച് അവളുടെ നിരന്തരമായ വിസമ്മതം അവഗണിച്ച് ഡെലിവറി ഏജന്റ് ബലം പ്രയോഗിച്ച് ഫ്ളാറ്റിനുള്ളിലേക്ക് കടന്നു. തുടർന്നുണ്ടായ സംഭവമാണ് കൂടുതൽ ഞെട്ടിപ്പിക്കുന്നത്. വീടിനുള്ളിൽ കയറിയ ശേഷം ഇയാൾ യുവതിയോട് ലൈംഗിക അതിക്രമ സ്വഭാവത്തിലുള്ള പെരുമാറ്റമാണ് കാട്ടിയതെന്നാണ് പരാതി. യുവതിയുടെ ആരോപണമനുസരിച്ച് ഇയാൾ തന്റെ സ്വകാര്യ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുകയും അവളെ മാനസികമായി തകർക്കുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്തു. സംഭവത്തിന് പിന്നാലെ വലിയ ആഘാതത്തിലായ യുവതി പിന്നീട് തന്റെ അനുഭവം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു. താൻ അതീവമായി ഭയന്നുപോയെന്നും ഇത്തരമൊരു അനുഭവം ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നും അവർ പറഞ്ഞു. ഒരു സാധാരണ ഡെലിവറിയാണ് കരുതിയത്, എന്നാൽ അത് ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ അനുഭവങ്ങളിലൊന്നായി മാറിയെന്നാണ് യുവതിയുടെ പ്രതികരണം. സോഷ്യൽ മീഡിയയിൽ വീഡിയോ വൈറലായതോടെ ബംഗളൂരു പോലീസ് വിഷയത്തിൽ ഇടപെട്ടു. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് ഡെലിവറി ഏജന്റിനെ അറസ്റ്റ് ചെയ്തു. ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. അതേസമയം പ്രതി പോലീസിനോട് മറ്റൊരു വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. തനിക്ക് ശരിക്കും വാഷ്റൂം ഉപയോഗിക്കേണ്ട അത്യാവശ്യ സാഹചര്യം ഉണ്ടായിരുന്നുവെന്നും മറ്റു ഗുരുതര ആരോപണങ്ങൾ നിഷേധിക്കുന്നുവെന്നുമാണ് ഇയാളുടെ മൊഴി. എന്നാൽ ഈ വാദത്തിന്റെ സത്യാവസ്ഥ പോലീസ് അന്വേഷിച്ചു വരികയാണ്. സംഭവം വലിയ വിവാദമായതോടെ ഫ്ലിപ്കാർട്ടും പ്രതികരിച്ചു. ആരോപണ വിധേയനായ ഡെലിവറി പങ്കാളിയുടെ സേവനം കമ്പനി അവസാനിപ്പിച്ചതായും അന്വേഷണത്തിൽ പോലീസുമായി പൂർണ്ണമായി സഹകരിക്കുകയാണെന്നും കമ്പനി അറിയിച്ചു. ഈ സംഭവം ഒരു വ്യക്തിയുടെ ക്രിമിനൽ ആരോപണത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ്. അതിനാൽ അന്വേഷണവും നിയമ നടപടികളും പൂർത്തിയാകുന്നതുവരെ അന്തിമ നിഗമനങ്ങളിൽ എത്താൻ കഴിയില്ല. ഓൺലൈൻ ഡെലിവറികൾ വർദ്ധിക്കുന്ന ഇന്നത്തെ കാലത്ത് ഉപഭോക്താക്കളുടെ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കും? ഡെലിവറി ജീവനക്കാരുടെ പശ്ചാത്തലം പരിശോധന എത്ര ശക്തമാണ്? ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും സുരക്ഷ ഉറപ്പാക്കാൻ കമ്പനികൾ എന്തെല്ലാം അധിക നടപടികൾ സ്വീകരിക്കണം? ഇത്തരം ചോദ്യങ്ങളാണ് ഇപ്പോൾ സമൂഹത്തിൽ ഉയരുന്നത്. സുരക്ഷാ വിദഗ്ധർ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. കഴിയുന്നത്ര വീടിനുള്ളിലേക്ക് പരിചയമില്ലാത്ത ആളുകളെ പ്രവേശിപ്പിക്കാതിരിക്കുക. ഡെലിവറി സ്വീകരിക്കുമ്പോൾ വാതിൽ പൂർണ്ണമായി തുറക്കുന്നതിന് പകരം സുരക്ഷിതമായ അകലത്തിൽ നിന്ന് പാഴ്സൽ വാങ്ങുക. അപ്പാർട്ട്മെന്റുകളിൽ കഴിയുന്നവർ സാധ്യമെങ്കിൽ പൊതുസ്ഥലങ്ങളിലോ ലോബിയിലോ പാഴ്സൽ സ്വീകരിക്കുന്നത് പരിഗണിക്കാം. സംശയാസ്പദമായ പെരുമാറ്റം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ കമ്പനിയുടെ ഹെൽപ്പ് ലൈനെയും പോലീസിനെയും അറിയിക്കുക. ഈ കേസ് അന്വേഷണം തുടരുകയാണ്. കോടതിയിൽ കുറ്റം തെളിയുന്നവരെ പ്രതിയെ നിയമപരമായി കുറ്റക്കാരനായി കണക്കാക്കാനാവില്ല. എന്നാൽ അയാൾക്കെതിരെ തെളിവായ വ്യക്തമായ വീഡിയോയും ഇപ്പോൾ നിലവിലുണ്ട്. ഈ സംഭവം വ്യക്തിപരമായ സുരക്ഷയെക്കുറിച്ചും ഡെലിവറി സേവനങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും ഗൗരവമായ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്.